സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് വണ്ടറടിപ്പിക്കുന്ന രണ്ട് സ്ത്രീകൾ. ഹാഷ്മി, ഈ തൃശ്ശൂരിൽ കോൺഗ്രസുകാർ കൂട്ടത്തോടെ വോട്ട് ചെയ്ത് BJP ജയിപ്പിക്കും, അങ്ങനെ സുനിൽകുമാർ തോൽപ്പിക്കും എന്നുള്ളതായിരുന്നോ മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്? അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം. ഇപ്പോൾ പൂവല്ലേ ഒരാളെ കൂടി നിങ്ങൾക്ക് കാണിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ചരിത്രം പറഞ്ഞൊക്കെ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഒരു എഡിറ്റോറിയൽ ഷോയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് സോറി അതല്ല. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അതിലൊരാളാണല്ലോ. അദ്ദേഹം നേരിട്ട് ഇറങ്ങി വന്ന് പറയാണ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹിന്ദു MLA വേണം, ഗുരുവായൂരിലെ ഹൈന്ദവ വിശ്വാസികൾക്കുടെ വിശ്വാസം കാത്തുരക്ഷിക്കാനും ഈ മണ്ഡലം നോക്കാനും ഇവിടെ ഒരു ഹിന്ദു MLA വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം അങ്ങ് അംഗീകരിക്കരുത് അതിനെ. സുഹൃത്തുക്കളെ, ഈ രണ്ടുപേരുടെ പേര് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഒന്ന് അസിത ഷഹീർ, ഞാൻ രണ്ടാമത് കാണിച്ചത് ശ്യാമിലി ശശിധരൻ എന്നാണ്. ഈ രണ്ടുപേരും ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഏറെ കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന സുജയ പാർവതി അടക്കമുള്ള ആളുകൾ, സ്മൃതി പരുത്തിക്കാട് എന്നീ പറയുന്ന രണ്ട് സ്ത്രീകളുടെ വാർത്ത അവതരണ രീതിയും മറ്റൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ടുപേരെയും ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പുകമറയ്ക്കുള്ളിലേക്ക് അങ്ങനെ മറച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ വാർത്താ ദിനങ്ങളെയും ഏറ്റവും സുന്ദരമാക്കാൻ പോകുന്ന രണ്ട് പേരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ഞാൻ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടു പേർക്കും നല്ല വിവരമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഞാൻ സുജയ പാർവതി എന്ന് പറയുന്ന അവരുടെ ഒരു വേ ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ വേ ഓഫ് പ്രസന്റേഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. കൊടകരയിലെ കള്ളപ്പണം കവർച്ച ചെയ്യപ്പെട്ടതിന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കള്ളപ്പണമല്ല, ധർമ്മരാജന്റെ അല്ല, ധർമ്മരാജൻ ആദ്യം 25 ലക്ഷമാണ് നഷ്ടമായത് എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കണ്ടില്ലേ, അറിയാത്ത കാര്യം പറയല്ലേ എന്ന് തന്നെയാണ് ഇവിടെ. അറിയാത്ത കാര്യം പറയല്ലേ എന്ന് സുജയ പാർവതി പറയുന്ന മനുഷ്യന്റെ പേര് അരുൺകുമാർ എന്നാണ്. കൃത്യമായിട്ടൊരു അധ്യാപകനായിരുന്നു, നല്ല ചരിത്ര ബോധ്യമുള്ള ഒരു മനുഷ്യൻ, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളാണ്. എന്ന് തൊട്ടപ്പുറത്തുള്ള സുജയ പാർവതി എന്ന് പറയുന്ന ഒരാള്, ഏകദേശം സംഗിണി എന്ന് വിളിപ്പേര് കേട്ടിട്ടുള്ള ആ ഒരു അവതാരിക, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. തൊട്ടപ്പുറത്ത് ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതിന് മുഴുവൻ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കാണെങ്കിൽ, താൻ വിശ്വസിക്കുന്ന ആ ഒരു തീവ്ര വലതുപക്ഷ ഹൈന്ദവ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ തടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് മാത്രം അവിടെ കുത്തിരിക്കുകയാണ് സുജയ പാർവതി അടക്കമുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അവരുടെ ഒരു പ്രസൻസിൽ അല്ലെങ്കിൽ വല്ല കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളെ പരിഗണിക്കുക പോലും ഇല്ല എന്നുള്ളതാണ്. കുറച്ച് വിളി കൂടുക, പരിഹസിക്കുക, അപമാനിക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ഈ സുജയ പാർവതി അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന പോകുന്നത് വരെ, ബിഗ് ടിവിയിലേക്ക് പോയിട്ട് മൂഞ്ചുന്നത് വരെ സുജയ പാർവതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ കണ്ടില്ലേ, നോക്കൂ, താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന, പലപ്പോഴും നോട്ടുകൾ പോലും നോക്കാതെ ഡേറ്റും തീയതിയൊക്കെ വെച്ചിട്ട് ചരിത്രം പറയാൻ കഴിയുന്ന ആ ഒരു അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനോടാണ് സുജയ പാർവതി ഇങ്ങനെ ഒട്ടുമേ സഹപ്രവർത്തകരോട് ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന മനസ്സിലാക്കണം. ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പല പേരുകളും പറയും, ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊന്നും ശരിയല്ല. എന്തായാലും ഇത് ഇവരവിടെ കെടുക്കട്ടെ. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന സ്മൃതി പരുത്തിക്കാട്. ഈ അടുത്ത കാലഘട്ടം വരെ എങ്ങനെയാണ് കോൺഗ്രസിന് ഉയർത്തിക്കൊണ്ടുവരിക, കോൺഗ്രസിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുക, ഹാഷ്മിയുടെ പോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി മാത്രം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്ന ചിന്താഗതിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് സ്മൃതി പരുത്തിക്കാട്. അവരുടെ കൂടി വാർത്താ അവതരണ രീതി നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളും. നരേന്ദ്രമോദിക്കെതിരെ എന്ന ഒരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിലും ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അതിനപ്പത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട് നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ.
മോദി എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളെയും കേരളത്തിൽ നടന്നിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗങ്ങളെയും പറ്റിയും വാർത്ത അവതാരികയായിട്ടുള്ള ഒരു ചാനൽ പ്രവർത്തകയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അതിനെ പറ്റിയിട്ട് യാതൊരു അവഗാഹവുമില്ല എന്നർത്ഥം. താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, പഠനവുമില്ല, പഠിക്കലുമില്ല എന്നുള്ളതാണ്. അതിനുത്തരമായിട്ട് കൊടുക്കുന്നുണ്ട് അരുൺകുമാർ. കേൾക്കണം. തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞ്, തീർത്ഥാടന കേന്ദ്രമെന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാൻ. ഇത് ഒരെണ്ണം മാത്രമാണ്. ഏകദേശം ഇത് നോക്കുകയാണെങ്കിൽ, ഇത് മുഴുവൻ കാണിച്ചു തരികയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ വീഡിയോകൾ മോഡിക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഉണ്ടായിട്ട് പോലും അതിനെ പറ്റിയിട്ട് ഒരു ഗൃഹപാഠം പോലും ചെയ്യാതെ എന്തെങ്കിലും വന്നിരുന്ന് പറയുക എന്ന് പറയുന്ന പരിപാടിയാണ് സ്മൃതി പരുത്തിക്കാട് ഇപ്പോഴും ആ ഒരു ചാനലിൽ ചെയ്യുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞത് സർക്കാരിന്റെ വീട് വരുമ്പോൾ കോൺഗ്രസിന്റെ വീട് അവിടെ ഉണ്ടാവും. വരുമോ? അടിച്ചു സ്കോർ ഇതിനാണ് പ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധി എത്ര രൂപ കൊടുത്തു ദുരിതാശ്വാസ മുഖ്യമന്ത്രി എത്ര രൂപ കൊടുത്തു? മുഖ്യമന്ത്രി എത്ര കൊടുത്തു? എത്ര ശമ്പളം കൊടുത്തു? അതിന് കൊടുത്തു. ഗാന്ധി കൊടുത്തത് അന്വേഷിച്ചു നോക്കൂ. എത്ര ഓരോ നേതാക്കളുടെ പേരായിട്ട് പറയുന്നത് കണ്ടില്ലേ? മുഖ്യമന്ത്രി കൊടുത്തോ കൊടുത്തില്ലേ എന്നൊക്കെ ചർച്ചകളൊക്കെ. ശമ്പളം കൊടുത്തു. ഇതേപോലെ എന്തുകൊണ്ടാണ് വയനാടിനെ പ്രതിനിധീകരിക്കുന്ന MLA-മാരും MP-മാരൊന്നും ഒന്നും കൊടുക്കാത്ത പല കോൺഗ്രസ്സുകാരും ആ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ വീട് കിട്ടേണ്ട ആളുകളെ പോലും വഴിയാധാരമാക്കുകയാണ് VD സതീശനടക്കം കൂട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ അതിനെയും വിതൗട്ട് എനി നോളജ്, വിതൗട്ട് എനി എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട്സ് നോളജ് ഒന്നുമില്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുക മാത്രമായിട്ട് സുജയ പാർവതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. സ്മൃതി പരുത്തിക്കാട് മാറിയിട്ടുണ്ടെന്നതാണ്. എന്നാൽ നമുക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ മുമ്പിലേക്ക് എനിക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നിയ 2 പേരുണ്ട്. ശ്രദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വായ്ത്തോരണികളൊക്കെ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, ചാനൽ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഹാഷിം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കരകരമായിട്ടുള്ള വർത്തമാനങ്ങളും മറ്റൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ, അസിത ഷിഹറിന് മുമ്പിൽ വായടച്ച് കുത്തിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവര് കാര്യങ്ങൾ ഒരല്പം ഒച്ചത്തിൽ പറയുന്നതല്ല, മറ്റൊരാൾ ഇടപെടുമ്പോൾ നിശബ്ദമായിരിക്കുകയും മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുകയും തങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും അതിനെ തങ്ങളെ എന്തെങ്കിലും ആരെങ്കിലും അപ്പുറത്ത് നിന്ന് എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആശയത്തെ മാത്രമാണ് എതിർക്കുന്നത്, അത് എന്നെയല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മുഖഭാവം വയ്ക്കുകയും ദേഷ്യമോ കലിപ്പോ വൈകാരികതയോ അതിവൈകാരികതയോ വെച്ചിട്ട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും മാന്യമായിട്ടുള്ള പത്രപ്രവർത്തന അവതരണ രീതിയാണ് ഇപ്പോൾ അസിത ഷഹീർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ, ഈ ഒരു പെൺകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും കാണണം ഇത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ഈ വനവാസത്തിലെ രാഷ്ട്രീയ പ്രതികരണം മാത്രം മതി അതിനെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളായി ഉദാഹരിക്കാൻ. ആദ്യഘട്ടത്തിൽ 100 സീറ്റിലധികം എന്നുള്ളത് തന്നെയായിരുന്നു VD സതീശന്റെ നിലപാട്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും ആദ്യഘട്ടത്തിൽ 100 സീറ്റിലധികം എന്നുള്ളതായിരുന്നു. പിന്നീട് അത് ചർച്ചയാകുന്നുണ്ട്. അത് ചർച്ചയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ നിലപാട് തിരുത്തുന്നു. കണ്ടില്ലേ? കൃത്യമായിട്ടും അവരത് പഠിച്ചു വെച്ചിട്ടുണ്ട്. തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ അതിഗംഭീരമായിട്ട് അധിക ശബ്ദ കോലാഹലങ്ങളില്ലാതെ പറയേണ്ടത് കൃത്യമായിട്ട് പറയാൻ, ഇനിയിപ്പോൾ പക്ഷെ തൻ്റെ അഭിപ്രായം ഒരു ആർക്കും ഇഷ്ടമാവാൻ സാധ്യതയില്ലാത്ത ദൈവവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു തരത്തിൽ ദൈവവിരുദ്ധം തന്നെ, ദൈവവിരുദ്ധമായിട്ടുള്ള വർത്തമാനമാണെങ്കിലും അത് പറയാൻ ധൈര്യവും ആർജവും കാണിക്കുന്ന ഒരു ആൾ കൂടി ഇപ്പോൾ നമ്മുടെ ചാനൽ ചർച്ചകളിലുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച അസിത ഷഹീർ 24 ചാനലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ശാമിലി ശശിധരൻ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. നല്ല അറിവുള്ള, പഠിച്ചു മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാള്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അതിലൊരാളാണല്ലോ. അദ്ദേഹം നേരിട്ട് ഇറങ്ങി വന്ന് പറയാണ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ
ഇവിടെ ഒരു ഹിന്ദു MLA വേണം, ഗുരുവായൂരിലെ ഹൈന്ദവ വിശ്വാസികൾക്കുടെ വിശ്വാസം കാത്തുരക്ഷിക്കാനും ഈ മണ്ഡലം നോക്കാനും ഇവിടെ ഒരു ഹിന്ദു MLA വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം അങ്ങ് അംഗീകരിക്കരുത് അതിനെ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ അഭിമാനിക്കുന്ന മതനിരപേക്ഷ കേരളം എന്നുള്ളൊരു വികാരം ഉണ്ടല്ലോ, വികാരമോ നമ്മൾ കെട്ടിപ്പടുത്തതുമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതിന്റെ കടക്കൽ കത്തി വെക്കുന്നത് പോലെയാവും. അത് ഏത് ദൈവം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് അംഗീകരിക്കരുതെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അല്ലേ? എന്തൊരു വ്യക്തമാണ്, എന്തൊരു സ്പഷ്ടമാണ്, എന്തൊരു കൃത്യതയാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കി. ഇതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്നോ ദൈവവിരുദ്ധമായിട്ടുള്ള കാര്യം അതാ പറയുന്നത്. അങ്ങനത്തെ ചർച്ചകളോ ചിന്തകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനിയുണ്ട്. ഇനി രസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇവർ പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ആലോചിക്കാം എന്തൊരു അവസ്ഥയാണ് ഇതെന്നുള്ളത്. വലിയ വായനയും അറിവും പുസ്തക വായനയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരം ചരിത്രാവബോധം അല്പമെങ്കിലും അതിൽ തൊട്ട് തീണ്ടണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, എന്തിനാണ് ഈ നുണകളെ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൂടെ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ ഹർഷൻ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു ചോദ്യം? പിണറായി വിജയന്റെ ഫോട്ടോ സഹിതമാണ് പോസ്റ്റ് ചെയ്യുന്നത്, വെറുതെ എഴുതിയിടുകയല്ല. 2006 കണ്ടില്ലേ ഇവരുടെ ഈ ഒരു ചർച്ചകളൊക്കെ കണ്ടിരിക്കും. നമുക്കറിയാം ഹർഷ് എന്ന് പറയുന്ന ആ ഒരു വാർത്താവതാരകൻ, ഈ ന്യൂസ് മലയാളം ഈ TV-യുടെ മനുഷ്യൻ, അദ്ദേഹമാണ് ഇതൊക്കെ കൊണ്ടടക്കുന്നത്. അപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ അദ്ദേഹം ഹർഷൻ ഇവർ സംസാരിക്കുമ്പോൾ, ശ്യാമിലി ശശിധരൻ സംസാരിക്കുമ്പോൾ നിശബ്ദമായിട്ട് അത് കേട്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് അനാവശ്യമായിട്ട് ഇടപെടുന്നില്ല, ആക്രോശങ്ങളില്ല, അലറുവിളികളില്ല. അതിഗംഭീരമായിട്ട് തങ്ങൾ പഠിച്ച കാര്യങ്ങൾ, തങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാനിപ്പോൾ എന്തിനാ ഈ രണ്ടുപേരും പറഞ്ഞു എന്നുള്ളത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു രണ്ടുപേരുണ്ടല്ലോ, ആരൊക്കെയാ, സ്മൃതിയെയും അതുപോലെ തന്നെ സുജയ പാർവതി അടക്കമുള്ള ആളുകളുടെ ആക്രോശം വിളികളും അതിവൈകാരിക തല്ലുകളും തെറിവിളികളൊക്കെ കേട്ടുമടുത്ത ആളുകൾക്ക് ഒരു നല്ല സമാധാനപരമായിട്ടൊരു ചാനൽ ചർച്ചയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ടും വേണ്ടത് കിട്ടി എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല വ്യൂസ് തനിക്കിപ്പോൾ ഒരു നല്ല ഒരു കാഴ്ചപ്പാട് കിട്ടേണ്ടത് ഒരു ആവശ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നരുത്. ഉള്ള ആളുകൾ, ചാനലിലൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഗോ ടു ന്യൂസ് മലയാളം, അവർ വാച്ച് ചെയ്യാം. 24 ചാനലിൽ അക്ഷിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി വരുമ്പോൾ അവരെയും വാച്ച് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കൂടാനും കൂടി ഒന്ന് ശ്രമം നടത്തുക. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.